ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തങ്സ് ഡയറീസ്. ഇന്നത്തെ വ്ളോഗ് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വ്ളോഗാണ്. നമ്മുടെ മുംബൈ സീരീസിലെ ഫൈനൽ വ്ളോഗാണിത്. ബട്ട് വ്ളോഗിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങളധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇന്നത്തെ ദിവസം പോയത്. മൈൻഡ് ഉണ്ടായിരുന്നില്ല ബിക്കോസ് എന്തായാലും പറഞ്ഞ് തിരിച്ച് പോവാണ് അഗെയിൻ ബാക്ക് ടു നോർമൽ ഡേയ്സ്. ഇത്രയും നാൾ ഈ ഒരു ട്രിപ്പിന് പോവാം എന്നൊക്കെയുള്ളൊരു മൈൻഡ് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ എന്താ ഉള്ളതെന്നൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ യെസ്, എല്ലാ ട്രിപ്പും നമ്മൾ എൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ട്രിപ്പിൻ്റെ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ്. സോ നെക്സ്റ്റ് ട്രിപ്പ് എപ്പോൾ വേണം എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഗ്രൂപ്പിൽ അതിൻ്റെ ഡിസ്കഷനൊക്കെ ആയിരിക്കും. സോ ഞങ്ങൾ ഇന്ന് പോയത് കാലാഗോഡ എന്ന് പറയുന്നൊരു പ്ലേസിലേക്കാണ്. കാലാഗോഡ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോഴ്സ്. അവിടെ ഒരു ബ്ലാക്ക് ഹോഴ്സിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ആ പ്ലേസിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്. ഈ പ്ലേസ് ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ ക്യൂട്ട് ആൻഡ് ഐസ്തറ്റിക് ആയിട്ടുള്ള കഫേസ് ആൻഡ് ബൊട്ടീക്സ് ഒക്കെ ഉണ്ട്. ഈ ബൊട്ടീക്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആലിയ ഭട്ട്, അനുഷ്ക, കത്രീന കൈഫ് ഇവരുടെയൊക്കെ ബ്രൈഡൽ ലെഹങ്കാസൊക്കെ ചെയ്ത് സബ്യസാച്ചിക്ക് പോലുള്ള വലിയ ബൊട്ടീക്സൊക്കെ ഉള്ള ഒരു പ്ലേസ് ആട്ടോ അത്. ഞങ്ങൾ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയപ്പോൾ ഞങ്ങൾ മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു അവിടെ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടായിട്ടും മോഡൽ ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മോഡൽസിനൊക്കെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് അന്നത്തെ ദിവസം പോയത്. ഞങ്ങൾ രാവിലെ റെഡിയായിട്ട് നേരെ ഈ പ്ലേസിൽ വന്നു. നല്ല നല്ല സ്പോട്ടിൽ പോയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കുറേ നല്ല പിക്സ് ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എത്ര എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അത്രയ്ക്കും നല്ല പിക്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസാണ്. ഇതിൻ്റെ ഏത് സ്പോട്ടിൽ നമ്മൾ പോയാലും അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പിക്ക് കിട്ടും കേട്ടോ. സോ ഇറ്റ്സ് സോ നൈസ്. എത്ര പിക്ചേഴ്സ് എടുത്താലും ഇറ്റ്സ് ലുക്സ് റിയലി നൈസ്. പിന്നെ അവിടെ വെച്ച് ലക്ഷറി കാർസ് ഞങ്ങൾ കുറച്ച് കണ്ടായിരുന്നു. വർണ്ണിക്കാണെങ്കിൽ കാർസ് ഒരു ചെറിയ ക്രൈസൊക്കെ ഉണ്ട്. സോ അവൾക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് കാറൊക്കെ നോക്കി അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. മേ ബി ആ ബൊട്ടീക്സിലേക്ക് വന്ന ആൾക്കാരായിരിക്കും അവിടുന്ന് പർച്ചേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ ട്വിന്നിങ് പ്ലാൻ ചെയ്തതല്ല. ഒരു ദിവസം എന്തായാലും എത്നിക് വെയർ ഇടാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ജീൻസ് ആൻഡ് ഷോർട്ട് കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ലാസ്റ്റ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്യാണ്ട് തന്നെ അങ്ങനെ വന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ വ്യൂ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരോടൊക്കെ ഒത്തിരി താങ്ക് യു ആൻഡ് വി ലവ് യു. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ടാക്സി പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഫുഡ് കഴിച്ചു. എന്നിട്ടൊരു 1:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോയിൽ കയറി. മെട്രോയിൽ ആളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഞങ്ങളങ്ങ് ഇരുന്നിട്ട് ഭയങ്കര ആലോചനയിൽ അങ്ങിരുന്നു. കാരണം വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ് നോർമൽ ഡേയ്സ്. കുറേ മെമ്മറീസ് നമുക്ക് കിട്ടി ഫോർ എവർ ചെറിഷ് ചെയ്യാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ something was off. I don't know what it is, but yes, there is something about female friendships. സത്യം പറഞ്ഞാൽ ഈ ഒരു മീറ്റപ്പ് ഞങ്ങളുടെ എന്തൊക്കെയോ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരത്തെങ്കിലും അത് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ടൈം കണ്ടെത്തി ഇതുപോലുള്ള ഒരു ബ്രേക്ക് നമ്മുടെ ലൈഫിൽ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആൻഡ് ഞങ്ങൾ എന്തായാലും ആ ഒരു ബ്രേക്ക് വർഷത്തിലൊരിക്കലെങ്കിലും എടുക്കാൻ ട്രൈ ചെയ്യും. ആരുമില്ല കുറച്ച് പിന്നെ ഞങ്ങൾ എത്തിയ സമയവും വർണ്ണിയുടെ ഹസ്ബൻഡ് വൈഷ്ണവ് എത്തിയ സമയവും ഒക്കെ ഒരുമിച്ചായിരുന്നു. സോ ഞങ്ങൾക്ക് ഒത്തിരി വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവരവിടെ എത്തിയിട്ട് മീറ്റ് ചെയ്തു. എന്നിട്ട് അവർ തിരിച്ചു പോവുകയാണ്.
എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ ഫോർ നൗ.